ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പം ഇന്ന് കേരള ലഞ്ച് മെനുവിന്റെ 92ാമത്തെ മെനു ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇന്നത്തെ മെനുവിൽ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത് കയ്പയ്ക്ക കൊണ്ടുള്ള ഒരു തീയലാണ്. അപ്പോൾ അത് അയൺ റിച്ച് ആണ്. പിന്നെ അതിന് കോമ്പിനേഷൻ ആയിട്ട് ബീൻസും കടലപ്പരിപ്പും കൂടിയുള്ള ഒരു തോരനാണ്. അപ്പോൾ അതിൽ നമ്മുടെ ഫൈബറും പ്രോട്ടീനും ഒക്കെ ആഡ് ആയി. പിന്നെ കുറച്ച് സാലഡും ചോറും പപ്പടവും ഒക്കെ വെച്ചിട്ട് നമ്മുടെ മീല് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ ഇൻഗ്രീഡിയൻസ് ലിസ്റ്റ് താഴെ കൊടുത്തിട്ടുണ്ട്. ഇതേപോലത്തെ നിറയെ മെനു ഓപ്ഷൻസിനായിട്ട് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കയ്പയ്ക്ക തീയലാണ്. അതിനായിട്ട് ഫസ്റ്റ് മസാല ഉണ്ടാക്കാനായിട്ട് ചെറിയ തീയിൽ വെളിച്ചെണ്ണ ചൂടാക്കി അതിലേക്ക് നമ്മൾ കുറച്ച് തേങ്ങ മിക്സിയിലിട്ട് ഒന്ന് കറക്കിയെടുത്തതും കരിവേപ്പിലയും കൂടെ ചേർത്തിട്ട് വഴറ്റി തുടങ്ങാം. ഇത് നന്നായിട്ട് ഗോൾഡൻ ബ്രൗൺ ആവുന്നവരെ വഴറ്റണം. അത് ചെറുതായിട്ടൊന്ന് കളർ മാറി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഇതൊന്ന് ലൈറ്റ് ബ്രൗൺ കളറാവും, പിന്നെ ഗോൾഡൻ ബ്രൗൺ ആവുമ്പോഴാണ് നമുക്ക് അതിലേക്ക് മുളക് പൊടി മല്ലിപ്പൊടിയും ചേർത്തിട്ട് ഒന്ന് ചൂടാക്കി തണുപ്പിച്ചിട്ട് മിക്സിയിൽ നന്നായി വെണ്ണ പോലെ അരച്ചെടുക്കണം. അപ്പോൾ ഈ മുളക് പൊടിയും മല്ലിപ്പൊടിയും ചേർക്കുന്ന ഷോട്ട് മിസ്സായി പോയി. അപ്പോൾ നിങ്ങളത് മറക്കാതെ ചേർക്കുക. ഇനി ഇത് തണുപ്പിച്ചിട്ട് നമുക്ക് മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുക്കാം. പിന്നെ ഒരു പാത്രത്തിൽ വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് കടുകും ഉലുവയും കൂടെ ചേർത്ത് നമുക്ക് പൊട്ടിച്ചെടുക്കാം. അപ്പോൾ ഞാൻ രണ്ടും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് പൊട്ടി വരട്ടെ. അത് പൊട്ടി കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് കരിവേപ്പില ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് ചെറിയുള്ളി, ഇഞ്ചി, പച്ചമുളക് ഇത് നന്നായിട്ട് അരിഞ്ഞെടുത്തത് ചേർത്ത് കൊടുക്കുക. ഒന്ന് വഴറ്റിയെടുക്കുക. അടുത്തതായിട്ട് നമ്മൾ കയ്പയ്ക്ക കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് കയ്പയ്ക്ക ഒന്ന് കുറച്ച് നേരം ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പൊ നന്നായിട്ട് കയ്പയ്ക്ക ഒന്ന് വഴറ്റിയെടുക്കാം നമുക്കിങ്ങനെ. ഇനി ഇതിലേക്ക് ഞാൻ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അടുത്തതായിട്ട് ഒരു ചെറിയ തക്കാളി കട്ട് ചെയ്തത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് ഓപ്ഷണൽ ആണ്, പക്ഷെ ഇത് ആഡ് ചെയ്ത് നല്ല ടേസ്റ്റ് ആണ്. അപ്പൊ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പൊ നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് പുളി നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചത് അരിച്ചൊഴിച്ചു കൊടുക്കാം. ഇനി ഈ പുളി വെള്ളത്തില് ഈ കയ്പയ്ക്ക നന്നായിട്ട് കിടന്ന് വെന്ത് റെഡി ആവണ വരെ നമുക്ക് അടുപ്പത്ത് വയ്ക്കാം. അപ്പോൾ അതിനാവശ്യമുള്ള ഉപ്പും കൂടെ ഞാൻ ഈ സ്റ്റേജിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കയ്പയ്ക്ക നന്നായി വെന്ത് വരുമ്പോൾ നമ്മൾ വെണ്ണയായിട്ട് അരച്ചെടുത്ത് ആ മസാല ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ചേർത്ത് വെക്കുക. ഇനി ഇതിൽ കിടന്നിട്ട് ഇത് കുറച്ച് നേരം ഒരു 5 മിനിറ്റ് നേരത്തേക്ക് നല്ലോണം തിളച്ച് കളറൊക്കെ മാറി കുറുകി വരണം. അപ്പോൾ ഇടയ്ക്കൊന്ന് ശ്രദ്ധിച്ചോളൂ അടി പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ കറി ചെറുതായിട്ടൊന്ന് തിള വന്ന് തുടങ്ങിയിട്ട് തിളച്ച് നല്ല കുറുകി കളറൊക്കെ മാറി വന്നു. നമ്മുടെ തീയൽ റെഡി. ഇനി നമുക്കടുത്ത് തോരൻ ഉണ്ടാക്കാം. അതിനായിട്ട് വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് അതിലേക്ക് കടുകും ഉഴുന്നും പരിപ്പും ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ കടലപ്പരിപ്പ് വെള്ളത്തിൽ കുതിർത്തി വെച്ചത് ആഡ് ചെയ്ത് കൊടുക്കുക. ഇതെല്ലാം കൂടെ ഒന്ന് സോട്ടേ ചെയ്യാം. എന്നിട്ട് അതിലേക്ക് കട്ട് ചെയ്ത ബീൻസ് ആഡ് ചെയ്ത് കൊടുക്കുക. ആവശ്യത്തിന് എരിവിന് ആവശ്യമുള്ള പച്ചമുളകും ചേർക്കുക. ഇനി എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് മഞ്ഞൾപ്പൊടി ഉപ്പും കൂടി ചേർത്തിട്ട് ബീൻസും കടലപ്പരിപ്പും നന്നായിട്ട് വെന്ത് വരുന്നവരെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തിട്ട് ബീൻസിനെ വേവിച്ചെടുക്കുക. അപ്പൊ ഇടയ്ക്ക് ഇളക്കാൻ മറക്കരുത്, അടി പിടിക്കരുത്. അപ്പൊ അതിങ്ങനെ ഇടയ്ക്ക് ഇളക്കിയിട്ട് കുക്കായതിനു ശേഷം കുറച്ച് തേങ്ങ അതിന്റെ മുകളിൽ കൂടെ ചേർത്ത് വെക്കുക. അതും നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു 2 മിനിറ്റ് നേരം കൂടി ഇത് കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ തോരനും റെഡി ആയിട്ട്. അപ്പൊ 2 സിമ്പിൾ റെസിപ്പീസ് ആണ് ഇന്ന് കാണിച്ചത്. ഇതെന്തായാലും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമന്റ് സെക്ഷനിൽ അറിയിക്കുക. അടുത്ത പ്രാവശ്യം ഒരു പുതിയ റെസിപ്പിയുമായി വരുന്നവരെ ബൈ.